ഈഗോയ്ക്ക് ഒരു ഡെഫിനിഷനുണ്ട്. ഈഗോ എന്നാൽ നമ്മുടെ തന്നെ തെറ്റായ ഇമേജിനോട് നമുക്കുള്ള അറ്റാച്ച്മെൻ്റ് എന്നാണ് അർത്ഥം. ഈ കൃത്യമായ ഡെഫിനിഷനെ ശരിക്കും നമ്മൾ ഓർമ്മിച്ച് എഴുതി വയ്ക്കണം. ഈഗോ ഈസ് അറ്റാച്ച്മെൻറ്റ് ടു എ റോങ് ഇമേജ് ഓഫ് മൈസെൽഫ്. ഈ ശരീരത്തെ ഞാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോൾസ്, സ്ഥാനമാനങ്ങൾ, ബന്ധങ്ങൾ എന്നിവയെ നമ്മൾ എൻ്റേത് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവയോട് അറ്റാച്ച്ഡ് ആവുന്നു. ആ അറ്റാച്ച്മെൻറ്റ് നമുക്കുള്ളിൽ ഈഗോ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിന് പകരമായി ഞാനൊരു ആത്മാവാണ് എന്ന ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ അതിനെ ആത്മബോധം അഥവാ സോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു. ദിവസം മുഴുവനും നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും നമ്മൾ ഞാൻ എന്ന ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയുള്ളതായി മാറും? അഹംഭാവത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഏത് രീതിയിലാണ് സംസാരിക്കുക? അഹംഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനി ആത്മബോധത്തിലാണ് സംസാരിക്കുന്നതെങ്കിലോ? നമുക്ക് ഇവ രണ്ടിൻ്റെയും ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കാം. ഈഗോ കോൺഷ്യസ്നെസ്സിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുക? ദേഷ്യം, ദുരഭിമാനം, ഫ്രസ്ട്രേഷൻ, അസൂയ, ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി, പ്രതികാരം, വിമർശനങ്ങൾ, താരതമ്യപ്പെടുത്തൽ, കംപ്ലെയിനിങ്, ഫിയർ, വറി, ഇങ്ങനൊരു വലിയ ലിസ്റ്റ് ഈഗോയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈഗോ എന്നാൽ എൻ്റെ തന്നെ തെറ്റായ ഒരു ഇമേജിനോട് എനിക്ക് അറ്റാച്ച്മെൻ്റ് എന്നാണ് അർത്ഥം. ഞാൻ എന്നെ ഈ ശരീരമാണെന്ന് കരുതാൻ തുടങ്ങുമ്പോൾ എനിക്ക് ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. എൻ്റെ ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താവും എന്നാലോചിച്ച് ഞാൻ വറി ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ ഈ ശരീരമാണെന്ന് വിശ്വസിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ ശരീരം വളരെ പെർഫെക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങും. പെർഫെക്ഷൻ ആൻഡ് ബ്യൂട്ടി ഇവ രണ്ടും എൻ്റെ ഉള്ളിലെ സംസ്കാരങ്ങളാണ്. എന്നാൽ അവ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ചിന്തയോടെ ഞാൻ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശരീരത്തെ അവരുടെ ശരീരം പോലെ ആക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ തുടങ്ങുകയായി. അത് പലപ്പോഴും മറ്റുള്ളവരോട് അസൂയ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇന്ന് മൂക്കിനെ പെർഫെക്റ്റ് ആക്കാനും ചെവിയെ പെർഫെക്റ്റ് ആക്കാനും ശരീരത്തെ മൊത്തത്തിൽ തന്നെ പല രീതിയിലും പെർഫെക്റ്റ് ആക്കാനുമൊക്കെ നമ്മൾ പല വിധത്തിലും പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇംപെർഫെക്ഷൻസ് മറച്ചു വയ്ക്കാനായി ധാരാളം കൺസീലേഴ്സും ഉപയോഗിക്കുന്നു. കാരണം അവ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും വളരെ നല്ലതാണ്. ബ്യൂട്ടി ആൻഡ് പെർഫെക്ഷൻ ലഭിക്കണമെന്നതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ആരാണ് ബ്യൂട്ടിഫുൾ ആൻഡ് പെർഫെക്റ്റ് ആയി മാറാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഐ വാണ്ട് ടു ബി ബ്യൂട്ടിഫുൾ ആൻഡ് പെർഫെക്റ്റ്. എന്തെന്നാൽ ബ്യൂട്ടി ആൻഡ് പെർഫെക്ഷൻ എൻ്റെ സംസ്കാരങ്ങളാണ്. എനിക്ക് പെർഫെക്ഷനാണ് ഇഷ്ടം. എന്തെങ്കിലും അല്പസ്വല്പം മോശമായി നിൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ബട്ട് whom do I want being perfect? യഥാർത്ഥത്തിൽ ആരാണ് പെർഫെക്റ്റ് ആവേണ്ടത്? ആരാണ്? ഞാനാണ് പെർഫെക്റ്റ് ആവേണ്ടത്. നമ്മൾ ഡ്രസ് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ കണ്ണാടി നോക്കാറുണ്ട്. എന്നിട്ട് മനസ്സിൽ എന്താണ് പറയുക? ഐ ഷുഡ് ലുക്ക് പെർഫെക്റ്റ്. അങ്ങനെ ഈ ശരീരത്തെ പെർഫെക്റ്റ് ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടയിൽ
നമ്മൾ എത്രയധികം നെഗറ്റീവ് ഇമോഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വെറും ഈഗോ കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ തവണയും ഇങ്ങനെയുള്ള ഇമോഷൻസ് സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ സോൾ പവറിന് ആക്ച്വലി എന്താണ് സംഭവിക്കുക? ഇവിടെ നമ്മുടെ നെറ്റിത്തടത്തിൽ ഒരു ബാറ്ററി ഉള്ളതായി സങ്കല്പിക്കുക. ഞാൻ എത്ര നേരമാണോ ഈഗോ, സ്ട്രെസ്, ഇൻഫീരിയർ, സുപ്പീരിയർ, വറി, ക്രിറ്റിസിസം, കമ്പാരിസൺ, ഹേർട്ട്, അപ്സെറ്റ്, ആങ്കർ ഇങ്ങനെയുള്ള ഒരു കൂട്ടം നെഗറ്റീവ് ഇമോഷൻസ് സൃഷ്ടിക്കുന്നത്, അപ്പോൾ ഇവിടെയുള്ള ബാറ്ററി ഡിസ്ചാർജ് ആവാൻ തുടങ്ങുന്നു. സോൾ പവർ കുറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. യുക്തിപരമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറിനെ, കൃത്യമായ നിർണ്ണയങ്ങൾ എടുക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ എൻ്റെ ഈ ബാറ്ററി ശരിക്കും ചാർജ് ചെയ്യണം. ഐ നീഡ് ടു ചാർജ് ദിസ് ബാറ്ററി. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനായി വേറൊരു വിധത്തിലുമുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സും ഇല്ല. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്യുക മാത്രമാണ്. കാരണം നമ്മുടെ ഇരുപുരികങ്ങൾക്ക് നടുവിലുള്ള ഈ ശക്തിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ശരിയായ വിധത്തിൽ പവർ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുന്നത്. ഈ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നത്. സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുമ്പോൾ എങ്ങനെയുള്ള വിചാരങ്ങളാണ് ഞാൻ സൃഷ്ടിക്കേണ്ടത്? ഇനി അതിൻ്റെ ലിസ്റ്റ് എടുക്കാം. പറയൂ. സ്നേഹം, ശാന്തി, സഹാനുഭൂതി, സംതൃപ്തി, സമാധാനം, നന്ദി, ഉപകാരസ്മരണ, സന്തോഷം, വിനയം, പവിത്രത. അങ്ങനെ നല്ല ഗുണങ്ങളുടെ ലിസ്റ്റ് ധാരാളമുണ്ട്. മുൻപ് നമ്മൾ പറഞ്ഞ ലിസ്റ്റും ഈ ലിസ്റ്റും നമുക്ക് ക്ലിയറായി കാണാൻ കഴിയുന്നുണ്ട്. ഇവയിലെ വ്യത്യാസങ്ങളും മനസ്സിലായി. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദിവസം മുഴുവനും ഈ നല്ല ഫീലിങ്സിൻ്റെ ലിസ്റ്റിനെ ഉപയോഗിക്കുക. അതിനു പകരം നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ലിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സോൾ ബാറ്ററിക്ക് എന്താണ് സംഭവിക്കുക? സോൾ ബാറ്ററി പതുക്കെ പതുക്കെ ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. നമ്മൾ ആത്മാക്കളാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇതുവരെ ആത്മാവിനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ആരും ആത്മാവിനെ കണ്ടിട്ടില്ല. ആത്മാവിനെ കാണാൻ കഴിയുകയുമില്ല. ആത്മാവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. എന്തെന്നാൽ അത് ഫിസിക്കലായ സാധനമല്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ മനസ്സിനെ കണ്ടിട്ടുണ്ടോ? പറയൂ. മനസ്സിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ദർ ഇസ് എ മൈൻഡ്? നമ്മൾ മനസ്സിനെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മനസ്സുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? കാരണം നമ്മൾ മുഴുവൻ ദിവസവും ആ മനസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ നെറ്റിത്തടത്തിലുള്ള ഈ ശക്തിക്ക് നമ്മൾ പല പേരുകളും നൽകിയിട്ടുണ്ട്. ഈ ശക്തിയെ നമ്മൾ ആത്മ, ലൈറ്റ്, പവർ, സ്പിരിറ്റ് അങ്ങനെ പല പേരുകളും വിളിക്കുന്നു. പേരിനേക്കാളധികം ആ ശക്തി ഒരു എനർജിയാണ് എന്നുള്ളതും നമ്മൾക്കറിയാം. ആ ശക്തി സ്ഥിതി ചെയ്യുന്ന ഇടം ഈ ശരീരം അല്ലെങ്കിൽ മാറ്ററാണ് എന്നുള്ളതും നമുക്കറിയാം. ആത്മാവ് ദിവസം മുഴുവനും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആത്മാവ് ദിവസം മുഴുവനും ചെയ്യുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ക്ലിയറായി മനസ്സിലാക്കണം. ഈ എനർജി, ആത്മാവ് ചിന്തകളെ സൃഷ്ടിക്കുമ്പോൾ, ഫീലിങ്സിനെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അതിനെ മനസ്സെന്ന് പറയുന്നു. ഒരു ഡോക്ടറിന്
നമ്മുടെ ബ്രെയിൻ മാത്രമേ കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. മനസ്സ് കാണിച്ചു തരാൻ കഴിയില്ല. ബ്രെയിൻ ഫിസിക്കലാണ്, അത് ശരീരത്തിൻ്റെ ഒരു പാർട്ട്, അവയവമാണ്. എന്നാൽ മനസ്സൊരു എനർജിയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് കൊണ്ടോ മനസ്സിനെ കാണാൻ കഴിയില്ല. ഞാൻ ആത്മാവ് ഒരു എനർജിയാണ്. ഞാൻ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നെ മനസ്സെന്ന് വിളിക്കുന്നു. ചിന്തകൾ ക്രിയേറ്റ് ചെയ്തു തുടങ്ങിയാൽ ആദ്യം ആത്മാവായ ഞാൻ അവയെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, വിശകലനം ചെയ്യുന്നു. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിശകലനം ചെയ്യുന്നു. അതിനുശേഷമാണ് ഞാൻ ഒരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്ന ആ എനർജിയെ നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്നു. എൻ്റെ ഓരോ ചിന്തകളിലും എനിക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം എന്ന് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഞാൻ ആത്മാവ് ആ ഡിസിഷൻസിനെ ആക്ഷൻ അഥവാ കർമ്മമാക്കി മാറ്റുന്നു. അടുത്ത തവണ വീണ്ടും ആ സിറ്റുവേഷൻ മുന്നിലെത്തുമ്പോൾ മനസ്സ് വീണ്ടും പല പല ഓപ്ഷൻസ് എനിക്ക് മുന്നിൽ നിർത്തും. ഇത് ചെയ്യണോ അതോ അങ്ങനെ ചെയ്താൽ മതിയോ? വീണ്ടും ബുദ്ധി ഈ ഒരു ഡിസിഷൻ എടുത്ത് എന്നെ മുന്നോട്ട് നയിക്കുന്നു. അടുത്തതായി ഞാൻ ആ ഡിസിഷനെ വീണ്ടും എൻ്റെ കർമ്മമാക്കി മാറ്റുന്നു. നമ്മൾ ഒരു 10, 15, 20 തവണ ഒരേ ഡിസിഷൻ എടുത്താൽ അത് പിന്നെ ആത്മാവിൻ്റെ മൂന്നാമത്തെ ഫാക്കൽറ്റിയായ സംസ്കാരമായി മാറുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറിയ കുട്ടി ജീവിതത്തിൽ ആദ്യമായി നുണ പറയണമെന്ന് ചിന്തിക്കുന്നു. അവൻ ഇതുവരെയും തൻ്റെ പാരൻസിനോട് നുണ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. വീട്ടിലെത്തുന്ന കുട്ടി ഇതിനെക്കുറിച്ച് പാരൻസിനോട് സത്യം പറയണോ അതോ നുണ പറയണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. സത്യം പറയണോ അതോ നുണ പറയണോ? അതിനുശേഷം രണ്ടിൻ്റെയും അനന്തരഫലങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്നെ പാരൻസ് വഴക്ക് പറയും, TV കാണാൻ സമ്മതിക്കില്ല, കളിക്കാൻ വിടില്ല, മാത്രമല്ല അവർ എൻ്റെ ഡയറി സൈൻ ചെയ്ത് തരികയുമില്ല. എന്നാൽ സത്യം പറയുന്നതിന് പകരം നുണ പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാം സാധാരണ പോലെ തന്നെ നടക്കും. അന്ന് ആ ആത്മാവ് ഡിസിഷൻ എടുക്കുന്നു. ഒരു പ്രാവശ്യം നുണ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ആത്മാവ് നുണ പറയാൻ തുടങ്ങുന്നു. ആ നുണയെ കർമ്മമാക്കി ആക്ഷനാക്കി മാറ്റുന്നു. അടുത്ത തവണ ഇതുപോലെ തന്നെ ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടി വീണ്ടും ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സത്യം പറയണോ അതോ നുണ പറയണോ എന്ന് അവൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്നു. അവൻ വീണ്ടും നുണ പറയും, കാരണം വീണ്ടും നുണ പറയാമെന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല കൂടുതൽ സാഹചര്യങ്ങളിൽ ഇതേ തീരുമാനമെടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരേ രീതിയിലുള്ള ഡിസിഷൻ ആവർത്തിക്കുമ്പോൾ അത് അവൻ്റെ സംസ്കാരമായി മാറുന്നു. ഒരു ഡിസിഷൻ സംസ്കാരമായി മാറുമ്പോഴാണ് അത് കൂടുതൽ റിസ്കിയായി മാറുന്നത്. ആദ്യം നമ്മൾ സേഫായിരിക്കും. മനസ്സ് ആദ്യം ചിന്തകളിലൂടെ പലതരം ഓപ്ഷൻസ് സൃഷ്ടിക്കുന്നു. ബുദ്ധി ഓപ്ഷൻസിനെ വിശകലനം ചെയ്യുന്നു, എന്നിട്ട് ഡിസിഷൻ എടുക്കുന്നു, പിന്നെ അതനുസരിച്ചിട്ടുള്ള കർമ്മം ചെയ്യുന്നു. എന്നാൽ ഒന്നിലധികം പ്രാവശ്യം ഡിസിഷൻസ് കർമ്മങ്ങളായി മാറുമ്പോഴാണ് അത് നമ്മുടെ സംസ്കാരമായി മാറുന്നത്. ഇനി ഒരു സംസ്കാരം ഉണ്ടായിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. അടുത്ത തവണ ഇതുപോലെ തന്നെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫസ്റ്റ് സ്റ്റേജ് ഓപ്ഷൻസ്, സെക്കൻഡ് സ്റ്റേജ് ഇവാലുവേഷൻ, തേർഡ് സ്റ്റേജ് സംസ്കാർ. ഒരു തവണ സംസ്കാരം മനസ്സിൽ ഉറച്ചാൽ അടുത്ത തവണ എന്താണ് സംഭവിക്കുക? പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാകുന്നില്ല. സംസ്കാരം ഡയറക്റ്റായി ആക്ഷനിലേക്ക് എത്തുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ ചെയ്തുപോയി. ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ ദേഷ്യം വന്നുപോയി. ഞാൻ ചൂസ് ചെയ്തതല്ല, പക്ഷെ ദേഷ്യം താനേ വന്നു പോകുന്നു. ഞാൻ കരയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കണ്ണുനീർ വന്നുപോയി.
ഞാൻ അവർക്ക് മാപ്പ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഉറച്ച സംസ്കാരങ്ങൾ നമ്മുടെ ചിന്തിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലാതാക്കുന്നു, ഡിസിഷൻസ് എടുക്കാനുള്ള ഓപ്ഷൻസും ഇല്ലാതാക്കുന്നു. ഇപ്പോൾ എൻ്റേതായി മാറിയ ഈ സംസ്കാരം ആക്ഷൻസിനെ ഓട്ടോമാറ്റിക്കായി ചെയ്യിക്കുന്നു. അങ്ങനെ പല പല സംസ്കാരങ്ങളെ അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായി പല പല കർമ്മങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ സംസ്കാരമായി മാറുന്നുണ്ട്. സംസ്കാരങ്ങൾ കർമ്മമായി മാറുന്നു. കർമ്മങ്ങളിലൂടെയാണ് ഭാഗ്യം നിർമ്മിക്കപ്പെടുന്നത്. ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആദ്യമായി കാർ ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ അറ്റൻഷനിലിരുന്ന് ഡ്രൈവ് ചെയ്യും. ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോ വയ്ക്കില്ല, ആരുമായും സംസാരിക്കില്ല, ഡ്രൈവിങ്ങിനിടയിൽ ഒന്നും കഴിക്കുകയുമില്ല. കാർ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കും. എന്നാൽ കാർ നന്നായി ഓടിക്കാൻ പഠിച്ചാൽ പിന്നെ കാർ ഓടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് കേൾക്കും, അടുത്തിരിക്കുന്നയാളോട് സംസാരിക്കും, എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും. ഇടയിൽ വല്ല ഫോൺ കോൾ വന്നാൽ 1 മിനിറ്റ് അവരോട് സംസാരിക്കുകയും ചെയ്യും. ഇത്രയധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുമ്പോഴും കാർ ആക്ച്വലി ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? മാത്രമല്ല, ഒരേ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് നമ്മൾ അറിയുക പോലുമില്ല. എത്തിയത് അറിഞ്ഞതേയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഹൂ വാസ് ഡ്രൈവിംഗ് ദി കാർ? ദ സംസ്കാർ വാസ് ഡ്രൈവിംഗ് ദി കാർ. ഡ്രൈവ് ചെയ്യാനുള്ള എൻ്റെ സംസ്കാരമാണ് ഇവിടെ എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ എൻ്റെ ഡ്രൈവ് ചെയ്യുന്ന സംസ്കാരം പ്രവർത്തിക്കുന്നു. 10, 15, 20 വർഷമായി എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സംസ്കാരമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. അവിടെ വേറെ സൈഡിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത 3-4 ദിവസത്തേക്ക് ഞാൻ ആദ്യമായി ഡ്രൈവിംഗ് ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. വീണ്ടും അറ്റൻഷൻ വയ്ക്കാൻ തുടങ്ങുന്നു. വീണ്ടും ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. അങ്ങനെ പുതിയ രീതിയിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു. അവിടെ 1 മാസം ഡ്രൈവ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഭാരതത്തിലെത്തുന്നു. പിന്നെ ഞാൻ വീണ്ടും കാർ എടുക്കുമ്പോൾ അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ റേഡിയോ ഓൺ ചെയ്യില്ല. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പല ശീലങ്ങളെയും സംസ്കാരങ്ങളെയും ചേഞ്ച് ആക്കുന്നത്. എന്നാൽ ഒരിക്കൽ ആ സംസ്കാരം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവെയർനെസ്സിൽ തുടരേണ്ട ആവശ്യം വരുന്നില്ല. അത് നമ്മുടെ ഓട്ടോമാറ്റിക് വേ ഓഫ് ലിവിങ് ആയി മാറുന്നു. ഇനി നമ്മുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്ത ഈ 2 ലിസ്റ്റുകളും നമ്മുടെ സംസ്കാരങ്ങളുടെ ലിസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇത്തരം സംസ്കാരങ്ങളിലൂടെ തന്നെ ജീവിതം തുടരുമ്പോൾ ആത്മശക്തിക്ക് എന്താണ് സംഭവിക്കുക? ആത്മശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോൾ പവർ കുറയാനുള്ള കാരണങ്ങൾ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനസ്സ് ആദ്യം ചിന്തകളെ നിർമ്മിക്കുന്നു. ക്വാളിറ്റി ഓഫ് തോട്ട്സ് നമുക്ക് ചെക്ക് ചെയ്യണം. ഞാനൊരു ആത്മാവാണ്, ഞാൻ ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിന്തകളെ അല്ലെങ്കിൽ ചിന്തകളുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യണം. മനസ്സ് വളരെയധികം ചിന്തിക്കുകയും അതും കൂടുതൽ നെഗറ്റീവ് ചിന്തിക്കുകയും ചെയ്താൽ ബാറ്ററി ഡൗൺ ആവുന്നു എന്നാണ് അർത്ഥം. അപ്പോഴാണ് നമ്മൾ പറയുക, എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് നിർത്തുന്നില്ല, എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നു. മനസ്സ് വേറെ എവിടേക്കോ പോകുന്നു. നെഗറ്റീവ് തോട്ട്സ് നമ്മൾ അറിയാതെ വരുന്നു. അവയെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഈ ബാറ്ററി കുറച്ച് വീക്കാണ്. ഇങ്ങനെ ആവുമ്പോൾ കൃത്യമായ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓരോ ഡിസിഷൻസ് എടുക്കാൻ വളരെ സമയമെടുക്കേണ്ടി വരും. ചെറിയ ചെറിയ ഡിസിഷൻസ് എടുക്കാൻ പോലും സംശയം വരുന്നു. ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നിങ്ങളിൽ ആർക്കൊക്കെയാണ് രാവിലെ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പോലും സമയമെടുക്കുന്നത്? ഇതും ഒരു സംസ്കാരമാണ്.
സ്ത്രീകൾക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുമെന്നൊന്നുമില്ല. മെയിൽ ഫീമെയിൽ എന്ന വസ്ത്രമാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ആത്മാക്കളാണ്. മാത്രമല്ല, ഇന്ന് മെയിൽ കോസ്റ്റ്യൂമിലുള്ള എല്ലാവരും കഴിഞ്ഞ ജന്മത്തിൽ ഫീമെയിൽ കോസ്റ്റ്യൂമിലാണ് ഉണ്ടായിരുന്നത്. അത് ഓർമ്മ വയ്ക്കണം. ആത്മാവ് ഒരു യാത്രയിലാണ്. ഒരിക്കൽ പുരുഷൻ്റെ ശരീരം എടുക്കുന്നു, വേറൊരിക്കൽ സ്ത്രീയുടെ ശരീരവും എടുക്കുന്നു. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്കും ദിവസവും മാൻ വുമൻ എന്ന് പറയാറുള്ളത് കൂടി ഈഗോ ആണ്. അറ്റാച്ച്മെൻറ്റ് ടു എ റോങ് ഇമേജ് ഓഫ് മൈസെൽഫ് ഇസ് ഈഗോ. ഞാൻ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ അല്ല. ഞാൻ ഇതിലേതെങ്കിലും ഒരു കോസ്റ്റ്യൂം ശരീരമെടുക്കുന്നു എന്ന് മാത്രം. ഞാൻ ഒരു ആത്മാവാണ്. ആത്മാവിന് വേറെ വേറെ സംസ്കാരങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ഏത് ജെൻഡറിലുള്ള ശരീരത്തിലാണോ ഉള്ളത്, അപ്പോൾ സൊസൈറ്റി നമ്മളോട് പലതും പറയാൻ തുടങ്ങും. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയൊക്കെ ആയി തീരണം. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എല്ലാ സംസ്കാരങ്ങളുമുണ്ട്. കാരണം നമ്മൾ 2 കോസ്റ്റ്യൂമിലും ജീവിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും 2 കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ഒരാൾ പോലും എല്ലാ ജന്മത്തിലും ഒരേ കോസ്റ്റ്യൂം എടുത്തവരായി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഈക്വാലിറ്റിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങണം. ശരിയല്ലേ? താങ്ക് യു മേരി ബാബ. ഓം ശാന്തി.